ഹായ് ഗൈസ്, എല്ലാവർക്കും ടി ഫോർ ടൈമേഴ്സിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നും രാവിലെ ഒരു ദിവസം ഞായറാഴ്ച ഫിഷിങ്ങിനായിട്ട് ഇറങ്ങിയാണ്. നമുക്ക് വല്ലതും കിട്ടുമോ നോക്കി നോക്കാം. നേരെ നമുക്ക് വീഡിയോയ്ക്ക് കിടക്കാം. ഗൈസ്, അപ്പോൾ നമുക്ക് നമ്മളായിട്ട് കാശിങ് ചെയ്ത് നോക്കി നോക്കാം വല്ലതും കിട്ടുമെന്നുള്ളത്. ഈ കാണുന്ന സ്ഥലത്ത് നമ്മൾ കാശ് ചെയ്യാൻ പോകുന്നത്. അത് നമുക്ക് മുന്നേ മീനൊക്കെ കിട്ടാറുണ്ട്. ഭാഗ്യം നമുക്കൊന്ന് മീനൊക്കെ കിട്ടും. ഇവിടെ കൊതു ഭയങ്കര ശല്യമാണ്. അയ്യോ, കാടിൻ്റെ മേലെ കൂടി ഓക്കെ. ഒരു ചെറുത്, അയ്യടാ, അത് ചെറുത് വീട് പോയി. ചെറുതല്ല ഗൈസ്, ഇവിടെ നിന്ന് വലിയ മീനെ കിട്ടാറുണ്ട്. നമുക്ക് വലുത് നോക്കി നോക്കാം. ഇത് ചെറുതാണ്, നല്ല ചെറുത്. ഗൈസ്, നമുക്ക് ഇവിടെ നോക്കി നോക്കാം. ഒരു കിട്ടില്ല, വരാല്ലേ, അപ്പുറത്തൊക്കെ ഉണ്ടോ വലുത്. അതന്നെയാണ് നമുക്ക് നോക്കേണ്ടത്. ഇവിടെ നടന്നിട്ട് കാര്യമില്ല, നമുക്ക് നീങ്ങുന്ന അറിയണം. ഓക്കെ, ഇതിൽ പിടിക്കും. യെസ്, ഇല്ലേ, പിടിച്ചില്ലേ? അയ്യോ, നല്ല വലിയ ബ്രാലായിരുന്നു. ഇങ്ങോട്ട് വാ, ഇവിടെ വാ. അങ്ങനെ നമ്മുടെ ആദ്യത്തെ ഡാലി. ഇവനല്ല അവിടെ പൊന്തിപ്പോയത്, പക്ഷേ കിട്ടിയ നമ്മളെടുത്തു. അവിടെ പൊന്തിപ്പോയത് ഒരു 3/4 കിലോന് പുറത്തുണ്ടായിരുന്നു ഒരു ഡാലി. ഇപ്പോൾ ഒരു 10-200 ഗ്രാം കഷ്ടി വെയിറ്റുള്ളൂ. നമ്മുടെ ആദ്യത്തെ മീനാണിത് ഗൈസ്, രാവിലത്തെ ആദ്യത്തെ മീൻ. ഇത്ര ചെറുതല്ലാണ്ട 10-200 ഗ്രാം വെയിറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ നമ്മുടെ ചാക്കിലേക്ക് വന്നു. പട്ടക്കിനുണ്ടല്ലേ, നമ്മളവിടെ കണ്ടത് 1.5 കിലോന് പുറത്തുള്ളൊരു മീനെ കണ്ടത്. പക്ഷേ അവൻ മെല്ലെ ആ ചണ്ടുള്ളിലേക്ക് പോയി. ഇവനൊക്കെ നമുക്ക് ഇനി വീട്ടിലെടുക്കാനേ പറ്റുള്ളൂ. ഇവനൊക്കെ കണ്ണൊക്കെ നമ്മുടെ ഫ്രോഗിലെ കൂടെ പോകുന്നുണ്ട്, ഉണ്ടല്ലേ, ഒരു കണ്ണൊക്കെ പോയി. വില അവിടെ കിടക്കട്ടെ, നമുക്ക് അടുത്ത് കിട്ടുമോ നോക്കി നോക്കാം. അവിടെ കണ്ട മീൻ നമുക്ക് കിട്ടുമോ നോക്കി നോക്കാം. ഇനി ഗൈസ്, നമ്മൾ കണ്ടത് നല്ല അത്യാവശ്യം വലിയൊരു മീനായിരുന്നു. അപ്പോൾ ആ ചണ്ടുള്ളിലേക്ക് എവിടേക്കോ കയറിപ്പോയി. നമുക്ക് അറിയില്ല, അതിൻ്റെ ഉള്ളിലേക്ക് എവിടേക്കോ പോയി. അതിന് കിട്ടുമോയെന്നറിയില്ല. കയറിഞ്ഞ് നോക്കിയൊക്കെ ഒന്നുകൂടി. രക്ഷയില്ല, കുറച്ചങ്ങോട്ട് കയറുന്നിട്ട് കുറച്ചങ്ങോട്ട് നീട്ട് കയറി നോക്കി നോക്കാം. പാമ്പൊക്കെ ഉണ്ടോ അതിൻ്റെ ഉള്ളിൽ? ഓക്കെ, ഇവിടെ നിന്ന് എറിഞ്ഞ് നോക്കി നോക്കാം. എറിയാൻ പറ്റുന്നൊരു ഗ്യാപ്പിൽ നമുക്ക് ഓക്കെ, ആ ഗ്യാപ്പിൽ എങ്ങാനും വല്ലതും ഉണ്ടെങ്കിൽ പിടിക്കും. ഒരു ഇടത്തരം മീൻ ഇവിടെ നിൽക്കുന്നുണ്ട്. പക്ഷെ അവൻ പിടിക്കുമെന്നറിയില്ല. അപ്പം നമുക്ക് നേരത്തെ കിട്ടിയതിനായിട്ട് കുറച്ചുകൂടി വലിപ്പമുണ്ടാവേ.
പിടിക്കും. അവൻ പിടിച്ചു ഗൈസ്. ഞാൻ പറഞ്ഞില്ലേ ഇതാ ഫസ്റ്റ് നമ്മൾ കണ്ടത് ഒരു 10-400 ഗ്രാമുണ്ട്. പക്ഷേ ഞാനൊരു 3/4 കിലോന് പുറത്താണ് പ്രതീക്ഷിച്ചത്. നല്ല വലിയ മീനാണ് അവിടെ കണ്ടത്. അപ്പോൾ ഇതായിരിക്കില്ല ചിലപ്പോൾ. ഇതത്ര ചെറുതൊന്നുമല്ല. ഇവനൊരു 400 ഗ്രാമൊക്കെ വലുപ്പമുണ്ട്. ഇതേ കാണാൻ നോക്കി കണ്ട. ചിലപ്പോൾ ഇതായിരിക്കാം, ആ വെള്ളത്തിൻ്റെ അതുകൊണ്ട് നമുക്ക് തോന്നിയതായിരിക്കാം വലിയ മീനാണെന്നുള്ളത്. അപ്പോൾ അവനെ നമുക്ക് കിട്ടി. നമുക്ക് അടുത്ത് നോക്കിയൊക്കെ കിട്ടുമെന്നുള്ളത് ഗൈസ്. അപ്പോൾ അവനെ രണ്ടാമത് നമ്മൾ ചാക്കിലാക്കിയിട്ടുണ്ട്. നമുക്ക് അടുത്ത് കിട്ടും നോക്കി നോക്കാം ഗൈസ്. രണ്ടാമത് പിടിച്ച മീൻ നമുക്ക് 8ൻ്റെ പണി വന്നു. ആകെ കണ്ടില്ലേ, കുളത്ത് വേറെ ഫ്രോഗ് വേറെ, ആകെ ഉണ്ടപ്പൊരി. നമുക്കത് എന്താ പറയുക, കട്ട അയച്ചിട്ട് നോക്കി നോക്കാം. ഇനി രക്ഷ. നമുക്ക് ഇന്നത്തെ 3ാമത്തെ മീൻ അടിച്ചു. പക്ഷേ ഇത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നമ്മൾ കുറേ നേരം അടിച്ചൊന്നും കിട്ടിയില്ല. അപ്പോൾ നമ്മൾ മൊബൈലൊക്കെ എടുത്ത് വെച്ചു. കണ്ടില്ലേ, കഴിഞ്ഞ് പോണ്ട്. നമുക്ക് മുന്നേ കിട്ടി 2 ചാക്കിലുണ്ട്. നമുക്ക് അവന് മെല്ലെ എടുക്കാം. ഇവൻ അത്ര ചെറുതൊന്നല്ല, കണ്ടില്ലേ, അത്യാവശ്യം നല്ല സൈസുള്ളൊരു നാടൻ വരാൽ തന്നെയാണ് കിട്ടിയത്. അപ്പോൾ അവന് നമുക്ക് നമ്മുടെ ചാക്കിലേക്ക് ആക്കാം. ഇവിടെ വാടാ. നമുക്ക് മൊത്തം 3 3 വലിയ തരക്കേടില്ലാത്ത മീൻ തന്നെയാണ്. കറുത്ത് നോക്കി നോക്കാം. നമുക്ക് കുറച്ച് നേരം വീഡിയോ ഓണാക്കി വെക്കാം ഗൈസ്. നമ്മൾ ഇതേ മുന്നേ മീൻ കിട്ടിയ സ്ഥലത്തൊരു മീൻ വന്ന് പോയത് കണ്ടു. ഇവിടെ നിന്ന് വന്ന് പോയത് നോക്കി നോക്കാം കിട്ടുമെന്നുള്ളത്. ആ വയൽ പിടിച്ചു. ചെറുതാണ്, എന്നാലും വേണ്ടില്ല. ചെറുതെന്നല്ല, അത്യാവശ്യം സൈസൊക്കെ ഉണ്ട്. കണ്ടില്ലേ, ഒരു 200-250 ഗ്രാം ഉണ്ടാവും കുറഞ്ഞത്. അപ്പം നമുക്ക് ഇന്ന് 4ാമത്തെ മീൻ കിട്ടി. അപ്പോൾ അവൻ തന്നെ അവിടെ വന്ന് പോയത്. ഇതുപോലത്തെ ഇനിയും മീനുകളുണ്ട്. പക്ഷെ നമുക്ക് പിടിക്കാൻ നമ്മുടെ ചൂണ്ടയിൽ പിടിക്കില്ല. എന്താ സംഭവം എന്നറിയില്ല. ഇതിനേക്കാളൊക്കെ വലിയ മീനുകളുണ്ട്. പിന്നെ നമുക്ക് എടുക്കാം. ഇത് തരക്കേടില്ലാത്ത മീനാണ്. നെയ്യും കുടിക്കണമൊക്കെ ഉണ്ട് അവിടെ. ഇനി പിടിക്കുമെന്ന് അറിയില്ല. ദേവട്ടോടി വന്ന് പോയിട്ടുണ്ട്. കൈനോടെ എടുത്ത് നോക്കി നോക്കാം. ഒരെണ്ണം ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷേ അത് ചെറുതാണ്. നമ്മുടെ നേരത്തെ അറിഞ്ഞ മീൻ അവിടെ പോയി. നേരത്തെ കണ്ട മീൻ. ഇങ്ങോട്ട് വേണം. എനിക്കടാ ഇതുമല്ല, ഇവനും ചെറുതാ. ഇവനൊരു 10-200 ഗ്രാമൊക്കെ വെയിറ്റ് ഉണ്ടാവുള്ളൂ. കുഴപ്പമില്ല, കിട്ടാനെടുക്കാം. പക്ഷെ നമ്മുടെ ഫ്രോഗൊക്കെ കണ്ടില്ലേ, നൂലൊക്കെ ആകെ ഉണ്ടപ്പൊരിയായി. നൂല് ആകെ കെട്ടായിക്കണു. നമുക്ക് ഇവനൊക്കെ ഈ നൂലൊക്കെ നൂലിൻ്റെ കെട്ട് തീർന്നു. ഇനി ഇവിടെ എവിടെയൊക്കെയോ കുടുങ്ങിയിട്ടുണ്ട്. ഇനിയുണ്ടോ? ഇല്ല, ഇങ്ങോട്ട് ഒന്നും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഓക്കെ ഗൈസ്. അപ്പം നമുക്ക് നമ്മൾ 1 2 3 4 5ാമത്തെ ആവണു ഈ മീൻ. നമുക്ക് തരക്കില്ലാത്ത മീനോട് കിട്ടുന്നുണ്ട്. ഇതൊരു 100-150 ഗ്രാം വെയിറ്റുണ്ട്. അത്ര ചെറുതൊന്നുമല്ല. കണ്ടില്ലേ, അപ്പോൾ അവനെ നമുക്ക് എടുക്കാം. നമ്മളെ ചാക്ക് ഇത് അവിടെ ഇരിക്കുന്നത്, അതുകൊണ്ട് ഇടാം. എന്നല്ല അതാ കണ്ട, അത് കുടിച്ച് പോകുന്നുണ്ട. അതൊക്കെ മീനോട് തന്നെയാണ്. ലാലി
2, 4, 5 മീനാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്. കറുത്ത കിട്ടും നോക്കി നോക്കാം. അയ്യടാ, ഇവിടെ ഉണ്ട്. ഞാൻ അടിച്ച് പോയിന്ന്. നമുക്ക് തിരക്കേറില്ല. ഒരു 10-300 ഗ്രാം ഉണ്ടാവും. ചണ്ട് കുടുങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ച നമുക്ക് പോയിരുന്നു. ഈയിടെ നോക്കുക. അപ്പോൾ നമുക്ക് ഇന്ന് 6ാമത്തെ കണ്ടാണ് മീനാണ് കിട്ടിയുള്ളത്. കണ്ടില്ലേ, ഇവൻ നല്ല സൈസ് വരല്ല കേട്ടോ. നല്ല സൈസ് കാണാം. ഉണ്ട്, അത്യാവശ്യം നല്ല സൈസൊക്കെ ഉണ്ട്. അത് നമുക്ക് എടുക്കാം. ഇതുപോലത്തെ മീൻ നമ്മൾ അവിടെ ഒരു 2-4 കണ്ടു, പക്ഷേ നമുക്ക് ഒരെണ്ണം കിട്ടിയുള്ളൂ. എൻ്റെ വായുന്ന ഫ്രോഗ് എടുക്കട്ടെ. ഇവൻ്റെ ഫ്രോഗ് മൊത്തത്തെ ഉള്ളിൽ കയറ്റിച്ചു. കിട്ടി. ഗൈസ്, നല്ല തിരക്കില്ലാത്തൊരു വരാൽ. നമുക്ക് ഇവനെ നമ്മുടെ ചാക്കിലാക്കാം. അപ്പോൾ അവനെ നമ്മൾ നമ്മുടെ ചാക്കിലാക്കുകയാണ്. അവിടെ എടുക്കട്ടെ. അതെന്തൊക്കെയോ നന്നായിട്ട് വെട്ടിയിരുന്നുണ്ട്. വയറൊക്കെ തന്നെ വീർത്തിരിക്കുന്നുണ്ട്. കറുത്ത കിട്ടാൻ നോക്കി നോക്കാം. നമ്മളവിടെ നിൽക്കുമ്പോൾ ഈ മരത്തിൻ്റെ അടിയിൽ ഒരു ഇടത്തരം വരാൽ കുടിച്ചു കണ്ടു. പിടിക്കുന്നില്ല. അപ്പോൾ അവനെ നമുക്ക് കിട്ടി. അയ്യോ, ഇതല്ല നമ്മൾ കുടിച്ച് കണ്ടത്. ഇത് ഒരു 100-150 ഗ്രാം ഉണ്ടാവുള്ളൂ. നമുക്ക് ഒരു 10-250 പോകുന്ന ഒരു മീനൊക്കെ നമ്മൾ കുടിച്ച് കണ്ടത്. ഇതൊക്കെ അവിടെ കിടക്കട്ടെ, നമുക്ക് അവനെടുക്കാം. നമ്മളമ്മ നമ്മുടെ ചക്കിക്കാക്കാണ്. അത്ര വലുതൊന്നല്ല, ഒരു 100-150 ഗ്രാമൊക്കെ ഉണ്ടാവുള്ളൂ. നമുക്ക് ഇനി അടുത്ത് കിട്ടും നോക്കി നോക്കാം. ഇതുപോലത്തെ അതിൽ ഒരു 5-10 കിട്ടി കഴിഞ്ഞാൽ രസമായും. ഗൈസ്, നമുക്ക് ഇവിടെ കുറച്ച് ചെറുകണ്ണന്മാർ കുടിക്കുന്നുണ്ട്. ഇവിടെ നോക്കി നോക്കാം. അതിൻ്റെ ഉള്ളിൽ നിന്ന് വെട്ടണൊക്കെ അയക്കാണ്ട്. ചെറുതരാണ്, പക്ഷെ ഇടറങ്ങാണ്ട് നമുക്ക് കിട്ടി കഴിഞ്ഞാൽ കിട്ടിയതായി. ഇങ്ങോട്ട് വാ. ഗൈസ്, നമുക്ക് അടുത്ത മീൻ. അത്ര ചെറുതൊന്നല്ല, കണ്ടില്ലേ, ഒരു 10-250 ഗ്രാമിന് മേലെ എന്തായാലും വെയിറ്റ് ഉണ്ട്. അത്യാവശ്യം നല്ല സൈസുള്ള ഒരു നാടൻ വരാൽ, ഇടത്തരം വരാൽ. അപ്പോൾ നമുക്കവനെടുക്കാം. ഗൈസ്, ഇപ്പോൾ നമ്മളവനെ എടുത്തിട്ടുണ്ട്. അത്ര ചെറുതൊന്നല്ലാത്ത ഒരു ഇടത്തരം വരാൽ. അവൻ്റെ ഹുക്ക് റിമൂവ് ചെയ്യണം. ഓഹോ, ചോര എല്ലാം പല്ല് കൊണ്ട്. ഇവന് ഇത്ര വല്ലാത്ത പല്ല, ആ കൂടി ഇത്ര ഉള്ള സാധനം. നന്നായിട്ട് ഹുക്കായിട്ട് ഒരു കുളത്ത് ഫുള്ളായിട്ട് ഉള്ളി കയറി 2 എണ്ണം കയറിപ്പോയി. ഒന്നല്ല 2 എണ്ണം കയറി. അവനോട് റിമൂവ് ചെയ്യാൻ പറ്റുന്നില്ല. ഗൈസ്, അപ്പോൾ നമ്മളവനെ എടുത്തിട്ടുണ്ട്. ഗൈസ്, അപ്പോൾ നമുക്ക് തർക്കമില്ലാത്ത കുറച്ചധികം മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തൽക്കാലം വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.
നമ്മൾ രാവിലെ നേരത്തെ ഇറങ്ങിയല്ലാണ്, ഒന്നും കഴിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ട് വീണ്ടും ഇറങ്ങുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ കിട്ടിയ മീനെ നമ്മൾ വീട്ടിൽ പോയിട്ട് കാണിച്ചു തരാം. ഗൈസ്, ഈ കാണുന്ന മീൻ മൊത്തത്തിൽ നമുക്ക് ഇന്ന് രാവിലെ നമ്മുടെ ചൂണ്ടയിൽ കിട്ടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് നല്ല കിഡിലും ഫിഷിംഗ് വീഡിയോസ് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയും മീനുകളാണ് നമുക്ക് ഇന്ന് കിട്ടിയത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.